എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കാര്യം ആമുഖമായി പറയട്ടെ, ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ FB പേജ് ഫോളോ ചെയ്യണമെന്നും യൂട്യൂബിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ 7994403388 എന്ന ഗൂഗിൾ പേ നമ്പറും മറക്കരുത്. പ്രതിമാസം 100 രൂപ നൽകി ന്യൂസ് ബുള്ളറ്റ് കേരളയെ നിലനിർത്താൻ തയ്യാറുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ കൂട്ടായ്മയിൽ അംഗമാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സോളാർ കേസ് വീണ്ടും ചാണ്ടി ഉമ്മൻ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തിനാണ് ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തമ്മിൽ 2012 സെപ്റ്റംബർ 12 എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ആ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയത്? എന്ത് കാര്യമാണ് അവരെന്ന് സംസാരിച്ചത്? അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന KB ഗണേഷ് കുമാറിന്റെ അവിഹിതത്തെക്കുറിച്ച് പരാതി പറയാനായിരുന്നു എന്ന പതിവ് പല്ലവി ഇവിടെ ചെലവാകില്ല മിസ്റ്റർ ചാണ്ടി ഉമ്മൻ. കാരണം 2022 ഡിസംബർ 26 തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ട് ഈ കഥ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നാം ഒക്കെ ധരിച്ചത് എല്ലാ വിവാദങ്ങളുടെയും കാറ്റഴിച്ചു വിട്ട അന്തിമ വിധിയാണ് CBIയുടെ ആ റിപ്പോർട്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടായിരുന്നു. സോളാർ കേസ് വീണ്ടും ചർച്ചയാക്കാൻ ചാണ്ടി ഉമ്മൻ തുനിഞ്ഞിറങ്ങിയ പശ്ചാത്തലത്തിൽ ന്യൂസ് ബുള്ളറ്റ് കേരള ആ റിപ്പോർട്ട് വീണ്ടും പരിശോധിക്കാൻ എടുക്കുകയാണ്. നമുക്ക് ആ വിവാദ കൂടിക്കാഴ്ചയിലേക്ക് മടങ്ങാം. ഓർക്കുക, ഒരു കൊലക്കേസ് പ്രതിയും പിടികിട്ടാ പുള്ളിയുമായിരുന്നു അന്ന് ബിജു രാധാകൃഷ്ണൻ. അങ്ങനെ ഒരാൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയുമായി എങ്ങനെ ഒരു കൂടിക്കാഴ്ച തരപ്പെട്ടു? ഈ ചോദ്യം നിയമസഭയിലും അന്ന് ഉയർന്നിരുന്നു. ഒരു കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനാണ് അവർ വന്നത് എന്ന ഒഴുക്കൻ മറുപടി പറഞ്ഞ് തടിതപ്പാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ശ്രമം. വിശദാംശങ്ങളൊന്നും ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുചരന്മാരും സിൽബന്ദികളും ഗണേഷ് കുമാറിലേക്ക് വിരൽ ചൂണ്ടി. ഇപ്പോഴും ഗണേഷ് കുമാറിന് നേരെ അവർ ആ വിരലും ചൂണ്ടി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മന്റെ അറിവിലേക്കായി ഞങ്ങൾ പറയുന്നു, ഈ കഥ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് CBI. വീണ്ടും സോളാർ കേസ് ചർച്ചയാകുമ്പോൾ പോസ്റ്റ്മോർട്ടം ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങണം. എന്തിനാണ് 2012 സെപ്റ്റംബർ 12 എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്? സോളാർ തട്ടിപ്പിലെ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. കാരണം ഇതേ തീയതി വേറൊരു കോണ്ടക്സ്റ്റിൽ സരിതാ നായരും പരാമർശിക്കുന്നുണ്ട്. 2012 ആഗസ്റ്റ് 4 മുതൽ ബിജു രാധാകൃഷ്ണൻ ടീം സോളാറിന്റെ ഓഫീസിൽ വരാറില്ലെന്നും തന്റെ ഫോൺ കോളുകൾ എടുക്കാറില്ലെന്നും CBIക്ക് മൊഴി നൽകിയ പരാതിക്കാരി പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: Settlement talks were made to settle complaints involving bigger amount in the office of the Police Commissioner Cochin on 12th September 2012. W1, അതായത് സരിതാ നായർ, gave a written complaint to the Commissioner of Police Cochin Ajit Kumar MR to trace Biju. 2012 ഓഗസ്റ്റ് 8 ശേഷം ബിജു രാധാകൃഷ്ണൻ ടീം സോളാറിന്റെ ഓഫീസിൽ വന്നിട്ടില്ല. സോളാർ പദ്ധതികളിൽ പണം നിക്ഷേപിച്ചവരിൽ നിന്ന് മുങ്ങി നടക്കുന്ന ബിജു രാധാകൃഷ്ണനെ കണ്ടുപിടിക്കണമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്ന MR അജിത് കുമാറിന് സരിതാ നായർ പരാതി നൽകിയ അതേ ദിവസമാണ് ഉമ്മൻചാണ്ടിയും ബിജു രാധാകൃഷ്ണനും തമ്മിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ 1.5 മണിക്കൂർ കൂടിക്കാഴ്ച നടന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ 33-ാം പാരഗ്രാഫിൽ ബിജു രാധാകൃഷ്ണന്റെ മൊഴി കൂടി CBI ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു: He stated that he had no contacts with W1, അതായത് പരാതിക്കാരിയായ സരിതാ നായർ. He had no contacts after 4th August 2012. That time he was with Shalu Menon. On 12th September 2012, he visited CM along with Shivadas at Ernakulam guest house. Nothing was talked about Ganesh Kumar. ഈ കൂടിക്കാഴ്ചയിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് CBIക്ക് ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴി. 4/8/2012 മുതൽ തനിക്ക് പരാതിക്കാരിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നു. അതേ ദിവസം മുതൽ അയാൾ തന്റെ ഫോൺ പോലും എടുക്കാറില്ലെന്ന് പരാതിക്കാരിയും CBIയോട് പറഞ്ഞു. ഈ മൊഴിയുടെ സത്യാവസ്ഥ കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ CBIക്ക് നിഷ്പ്രയാസം കണ്ടെത്താവുന്നതേയുള്ളൂ. പിന്നെയും 1 മാസം കഴിഞ്ഞാണ് ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയെ കണ്ടത്. അത് കുടുംബ പ്രശ്നം പറയാനായിരുന്നോ? അതോ എറണാകുളം പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന സെറ്റിൽമെന്റ് ചർച്ചകളെയും തനിക്കെതിരെ ഉയർന്ന പരാതികളെയും കുറിച്ച് ചർച്ച ചെയ്യാനോ? എന്തിനായിരുന്നു തമ്മിൽ കണ്ടത്? അക്കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ മിസ്റ്റർ ചാണ്ടി ഉമ്മൻ. വിചിത്രമായ അന്വേഷണമാണ് ഈ കേസിൽ CBI നടത്തിയത്. കുറെ പേരിൽ നിന്ന് അവർ മൊഴിയെടുത്തു. അവരിൽ ചിലരുടെ മൊഴികളിലെ പരസ്പര വൈരുദ്ധ്യം പൊക്കിപ്പിടിച്ച് അവർ ഈ കേസ് അവസാനിപ്പിച്ചു. അല്ലാതെ വേറെന്താണ് CBI ഈ കേസിൽ ചെയ്തത്? യഥാർത്ഥത്തിൽ സോളാർ കേസ് ഒരു ലൈംഗിക അപവാദ കേസ് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ഉൾപ്പെട്ട തട്ടിപ്പ് കേസ് കൂടിയാണത്. ഈ കേസിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തട്ടിപ്പിനിരയായ മല്ലേലിൽ ശ്രീധരൻ നായർ
CBIക്ക് പ്രത്യേകം പരാതി നൽകിയിരുന്നു. അദ്ദേഹം ടീം സോളാർ കമ്പനിക്ക് 40 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയെന്നാണ് സ്റ്റേറ്റ്മെന്റ്. അന്വേഷണ റിപ്പോർട്ടിന്റെ 62-ാം പാരഗ്രാഫിലാണ് മല്ലേലിൽ ശ്രീധരൻ നായരുടെ മൊഴിയെക്കുറിച്ച് പറയുന്നത്. അതിൽ 40 ലക്ഷം രൂപയുടെ ചെക്കിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ സാമ്പത്തിക തട്ടിപ്പ് വിശദമായി അന്വേഷിക്കണമെന്ന ശ്രീധരൻ നായരുടെ പരാതി CBI കേട്ട ഭാവം നടിച്ചില്ല. ബാബുരാജ് എന്ന NRIയിൽ നിന്ന് പല തവണകളിലായി തട്ടിയെടുത്തത് 1,19 ലക്ഷം രൂപ, TC മാത്യുവിൽ നിന്ന് 1,05 ലക്ഷം രൂപ, കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് 43 ലക്ഷം രൂപ, ഇങ്ങനെ പലരിൽ നിന്നായി വൻ തുകകൾ തട്ടിച്ചുവെന്നാണ് കേസ്. ഈ പണമൊക്കെ ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? എന്നൊക്കെയാണ് ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെട്ടത്? ആ പിൻവലിക്കപ്പെട്ട പണം എവിടേക്കാണ് പോയത്? എറണാകുളത്തെ ഫെഡറൽ ബാങ്കിന്റെ കലൂർ ശാഖയിലായിരുന്നു ടീം സോളാറിന്റെ അക്കൗണ്ട്. പരാതിക്കാരിയുടെയും ബിജു രാധാകൃഷ്ണന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെയോ പോയ പണത്തിന്റെയോ ഒരു വിവരവും അന്വേഷണ റിപ്പോർട്ടിലില്ല. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം പലർക്കും വൻ തുക നൽകിയതായി ആരോപണം ഉയർന്നിരുന്നു. ഈ പറയുന്ന ദിവസങ്ങളിലോ അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലോ ഈ അക്കൗണ്ടിൽ നിന്ന് വൻ തുക പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഈ കേസിലെ സുപ്രധാനമായ ഒരു അന്വേഷണ വിഷയമാകേണ്ടതല്ലേ? എന്തുകൊണ്ട് CBI അത് ചെയ്തില്ല? 4/8/2012 എന്ന തീയതി ബിജു രാധാകൃഷ്ണനും സരിതാ നായരും ഒരുപോലെ ഓർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ തീയതി മുതൽ താൻ ഓഫീസിൽ പോകാറില്ല എന്നാണ് ബിജു രാധാകൃഷ്ണന്റെ മൊഴി. ആ തീയതി മുതൽ ബിജു രാധാകൃഷ്ണൻ ഓഫീസിൽ വരികയോ തന്റെ ഫോൺ എടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സരിതാ നായരുടെ മൊഴി. എന്തുകൊണ്ട് രണ്ടുപേരും ഈ ദിവസം ഇത്ര കൃത്യമായി ഓർത്തുവെച്ചു? എന്തായിരുന്നു ഈ തീയതിയുടെ പ്രത്യേകത? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വാഭാവികമായി തോന്നേണ്ട സംശയമല്ലേ അത്? ടീം സോളാറിന്റെ ബാങ്ക് അക്കൗണ്ടിലെ അവസാന ചില്ലിയും ഊറ്റിപ്പിഴിഞ്ഞെടുത്ത ദിവസമാണോ അത്? കമ്പനിയുടെ അക്കൗണ്ടിൽ ഒരു ചില്ലിക്കാശ് ഇനി ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണോ ബിജു രാധാകൃഷ്ണൻ ടീം സോളാറിന്റെ ഓഫീസിൽ വരാതായത്? ഇതൊക്കെ അന്വേഷിച്ചാലല്ലേ ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ നാൾവഴികൾ തെളിയൂ. പക്ഷെ CBI ആ ഏരിയയിലേ പോയിട്ടില്ല, അവിടെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. വിചിത്രമായ അന്വേഷണമാണ് അവർ നടത്തിയതെന്ന് തെളിയിക്കുന്ന വേറെയും ഉദാഹരണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിലെ മർമ്മപ്രധാനമായ ഒരു കണ്ടെത്തൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് W1, അതായത് പരാതിക്കാരി, ശ്രീ വിനുകുമാർ കാൾഡ് ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ തമ്പാനൂർ രവി, നസറുള്ള എക്സെട്ര ഇൻ കണക്ഷൻ വിത്ത് മണി മാറ്റേഴ്സ്. അടുത്ത വാചകമാണ് പ്രധാനം. They collected money from different places from different politicians. ഇവർ പല രാഷ്ട്രീയക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് CBIക്ക് ഉറപ്പാണ്. CBI ആണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ പൊളിറ്റീഷ്യൻസ് ആണ് ഇവർക്ക് പണം കൊടുത്തത്, എന്തു കാര്യത്തിനാണ് അവർ പണം കൊടുത്തത്, ആ വിശദാംശങ്ങളൊന്നും CBI അന്വേഷിച്ചിട്ടില്ല. വേറൊരു കണ്ടുപിടുത്തം നോക്കൂ. Then W1, അതായത് പരാതിക്കാരിയായ സരിതാ നായർ, bargained with those persons whom she had developed relationships. സരിതാ നായർ ബാർഗെയിൻ ചെയ്ത് പല രാഷ്ട്രീയക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന് തന്നെയാണ് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ആരൊക്കെയായിട്ടായിരുന്നു ഈ ബാർഗനിങ്? ബെന്നി ബെഹനാന്റെയും തമ്പാനൂർ രവിയുടെയും നസറുള്ളയുടെയും ഒക്കെ പേരുകൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഇവരിൽ ആരാണ് സരിതാ നായർക്ക് പണം കൊടുത്തത്, എത്ര കൊടുത്തു, എന്തിനു കൊടുത്തു? ഇതൊക്കെ അറിയാനല്ലേ അന്വേഷണം CBIയെ ഏൽപ്പിച്ചത്. പക്ഷേ കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയ അവർ ഈ വഴിക്കൊന്നും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. പക്ഷെ ആ റിപ്പോർട്ടിൽ കൃത്യമായി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബാർഗെയിൻ ചെയ്ത് ഇവർ പണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരെയാണ് ബാർഗെയിൻ ചെയ്തതെന്നോ എത്ര തുക വാങ്ങിയെന്നോ കൊന്നുകളഞ്ഞാലും ഞങ്ങൾ പറയില്ല. ഇതെന്ത് അന്വേഷണം? അന്വേഷണം നടത്തിയത് CBI ആണ്. അതിനു മുമ്പ് സംസ്ഥാന പോലീസ് ഈ കേസ് അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ പേരുകൾ CBI റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സ്വതന്ത്ര പോലീസ് നയം പിന്തുടരുന്ന സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് മേലുന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയൊന്നും അവർക്കില്ല. പക്ഷെ CBIക്ക് ആ ബാധ്യതയില്ലല്ലോ. സോളാർ തട്ടിപ്പിന് ഇരയായവർ എറണാകുളം പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ സെറ്റിൽമെന്റ് ചർച്ച നടത്തിയെന്നൊക്കെയാണ് CBI റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ടിൽ എഴുതി വെച്ചവർക്ക് ആരൊക്കെയാണ് അവിടെ സെറ്റിൽമെന്റ് ചർച്ച നടത്തിയത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. എത്ര രൂപ ഉൾപ്പെട്ട തട്ടിപ്പായിരുന്നു അവിടെ സെറ്റിൽ ചെയ്ത് ഒതുക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് കണ്ടെത്താനുള്ള ചുമതല CBIക്കുണ്ടായിരുന്നു. ഏതു സാഹചര്യത്തിലാണ് സോളാർ തട്ടിപ്പിന്റെ സെറ്റിൽമെന്റ് ചർച്ചാ കേന്ദ്രമായി എറണാകുളം പോലീസ് കമ്മീഷണറുടെ ഓഫീസ് മാറിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനും CBIക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഓർക്കുക, നിർണായകമായ ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്തു കാര്യം നേടാനാണ് ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ കൂടിയായ ഒരു കൊലക്കേസിലെ പിടികിട്ടാപ്പുള്ളി സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി 1.5 മണിക്കൂർ രഹസ്യ ചർച്ച നടത്തിയത്? ഇത്രയും കാലമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ടീം സോളാറിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി വിനിമയം ചെയ്യപ്പെട്ട പണം എത്ര? മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് പലവട്ടം പണം കൊടുത്തു എന്ന ആരോപണമുണ്ട്. ആ പണം കൊടുത്ത തീയതിയിലോ അതിന് തൊട്ടുമുമ്പോ ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടോ? സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കണമെന്ന മല്ലേലിൽ ശ്രീധരൻ നായരുടെ നിവേദനം CBI കണ്ടഭാവം നടിക്കാതെ അവഗണിച്ചതിന് കാരണമെന്ത്?
ഇനി സാമ്പത്തിക തട്ടിപ്പ് മറച്ചുവെക്കാനുള്ള സമർത്ഥമായ തന്ത്രമായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ലൈംഗികാരോപണം. സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അവിഹിതാരോപണം ആർക്കെതിരെയായിരുന്നു? അത് ഗണേഷ് കുമാറിനെതിരെയായിരുന്നു. 2012 സെപ്റ്റംബർ 12-ന് ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തമ്മിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചർച്ച ചെയ്തത് ഗണേഷിന്റെ അവിഹിതമാണെന്ന വാർത്തയാണ് ആദ്യം പ്ലാന്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷമാണ് ചാണ്ടി ഉമ്മൻ പറയുന്ന ആ 18 പേജ് കത്തുത്ഭവിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഗണേഷ് കുമാറിനെ കുറിച്ച് അത്തരമൊരു പരാതി പറയാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി CBIയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. വളരെ സ്വകാര്യമായ വിവരങ്ങളായതിനാൽ ഈ ഘട്ടത്തിൽ ഞങ്ങളത് പരസ്യമായി പറയുന്നില്ല. എന്നാൽ ആ വിവരങ്ങൾ കൂടി കൂട്ടി വായിച്ചാൽ 100% ഉറപ്പിക്കാം, ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടത് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയാനേ അല്ല. പിന്നെന്തിന്? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് സോളാർ തട്ടിപ്പിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ മറഞ്ഞിരിക്കുന്നത്. CBIയുടെ തട്ടിക്കൂട്ട് ക്ലോഷർ റിപ്പോർട്ട് ഒരു വിവാദത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടാണോ ചാണ്ടി ഉമ്മൻ വീണ്ടും വിവാദങ്ങളുടെ മോടി തുറക്കാൻ ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഇറക്കിയത് തുറുപ്പ് ചീട്ടാണോ, അദ്ദേഹം പിടിച്ചത് പുലിവാലാണോ എന്നൊക്കെ വഴിയേ അറിയാം. കാത്തിരുന്ന് കാണാം. FBയിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ FB പേജ് ഫോളോ ചെയ്യണമെന്നും യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യവും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 7994903388 ആണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ. മാസം 100 രൂപ സ്ഥിരമായി നൽകി ഞങ്ങളെ നിലനിർത്തുന്ന കൂട്ടായ്മയിൽ അംഗമാകാൻ ന്യൂസ് ബുള്ളറ്റ് കേരളയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.